Good morning, students. അടുത്ത question ഇതാണ് 13a. If w is equal to f of x minus y, y minus z, z minus x, show that dot w by dot x, dot w by dot y, dot w by dot z equals 0. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് യൂണിവേഴ്സിറ്റി ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ 13a if w is equal to f of x minus y, y minus z, z minus x, show that dot w by dot x plus dot w by dot y plus dot w by dot z equals 0. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ടേക്ക് x minus y എന്നുള്ളത് r, അതുപോലെ y മൈനസ് z എന്നുള്ളത് s, z മൈനസ് x എന്നുള്ളത് എന്തെടുക്കാം? t. x മൈനസ് y is equal to r, y മൈനസ് z is equal to s, z മൈനസ് x is equal to t. അത് അപ്പൊ നമ്മൾ ചെയിൻ വരയ്ക്കുമ്പോൾ w കണ്ടെയ്നിങ് ഇവിടെ നമ്മുടെ ഫോർമുല എന്തായിട്ട് മാറും? f of r s t. അപ്പോ w ല് നമുക്ക് വരുന്ന വേരിയബിൾസ് r ഉണ്ട്, s ഉണ്ട്, t. ഇനി r ൽ ആരൊക്കെ ഉണ്ട്? r ല് x ഉം y ഉണ്ട്. s ൽ ആരൊക്കെ ഉണ്ട്? y ഉണ്ട്, z ഉണ്ട്. t ൽ ആരൊക്കെ ഉണ്ട്? z ഉണ്ട്, x ഉണ്ട്. നമ്മൾ ചെയ്തു വെച്ചു. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? വെരി ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ആണ്. x മൈനസ് വൈക്ക് വരെ r എടുത്തു, y മൈനസ് z വരെ s എടുത്തു, z മൈനസ് x വരെ t എടുത്തു. അപ്പൊ w കണ്ടെയ്നിങ് 3 വേരിയബിൾസ് എന്താണത്? r s t. ഒറ്റ വേരിയബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. r s t. r ൽ ആരൊക്കെ ഉണ്ട്? x y ഉണ്ട്, s ൽ ആരൊക്കെ ഉണ്ട്? y z ഉണ്ട്, അതുപോലെ t ൽ ആരൊക്കെ ഉണ്ട്? z ആൻഡ് x. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ആദ്യം നമുക്ക് ഡോട്ട് w ബൈ ഡോ x കണ്ടു. നമ്മുടെ ചെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോട്ട് w ബൈ ഡോ x എന്താണ്? ഡോട്ട് w ബൈ ഡോ r ഇൻറ്റു അടുത്ത എന്താണ്? ഡോ r ബൈ ഡോ x പ്ലസ് അടുത്ത എന്താണ്? രണ്ടാമത്തെ കേസില് s ല് x ഇല്ല, അപ്പൊ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തിലേക്ക് കടക്കാം. ഡോട്ട് w ബൈ ഡോട്ട് t ഇൻറ്റു ഡോട്ട് t ബൈ ഡോ x. മനസ്സിലായോ? ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ w ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. w കണ്ടെയ്നിങ് 3 വേരിയബിൾസ് ഉണ്ട്, r s t. അപ്പൊ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നു. ഡോട്ട് w ബൈ ഡോ r ഇൻറ്റു ഡോ r ബൈ ഡോ x പ്ലസ് രണ്ടാമത്തെ കേസ് y യുടെ കേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഈ രണ്ടാമത്തെ കേസിൽ s ൽ x ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ കേസ് വിട്ടു. മൂന്നാമത്തെ കേസിലേക്ക് കിടക്കുമ്പോൾ ഡോട്ട് w ബൈ ഡോ t ഇൻറ്റു ഡോട്ട് t ബൈ ഡോ x. ഇനി നോക്കാം. ഡോട്ട് w ബൈ ഡോ r നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു, ഇൻറ്റു ഡോ r ബൈ ഡോ x. ഇവിടെ x മൈനസ് y എന്ന് പറഞ്ഞാൽ r ആണ്. അപ്പൊ നമ്മൾ ഈ x മൈനസ് y is equal to r നെ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ r ബൈ ഡോ x നമുക്ക് എന്ത് കിട്ടും? r is equal to x മൈനസ് y ആണെങ്കിൽ ഡോ r ബൈ ഡോ x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അല്ലെ? ഡോ r ബൈ ഡോ x പറഞ്ഞാൽ അപ്പൊ ഇവിടെ 1 കൊടുക്കുന്നു പ്ലസ് ഡോട്ട് w ബൈ ഡോട്ട് t ഇൻറ്റു ഡോട്ട് t ബൈ ഡോ x. ഇവിടെ t എന്ന് പറഞ്ഞാൽ എന്താണ്? z മൈനസ് x ആണ്, z മൈനസ് x. അപ്പൊ ഡോട്ട് t ബൈ ഡോ x എന്താണ്? മൈനസ് 1. ഇവിടെ എന്ത് കൊടുക്കും നമ്മള്? മൈനസ്. അപ്പൊ ഡോട്ട് w ബൈ ഡോ x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഡോട്ട് w ബൈ ഡോ x എന്ന് പറഞ്ഞാൽ ഡോട്ട് w ബൈ ഡോ r പ്ലസ് ഡോട്ട് w ബൈ ഡോ t ഇൻറ്റു മൈനസ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത കണ്ടുപിടിക്കും. അടുത്ത ആരെയാണ് കണ്ടുപിടിക്കണ്ടേ? ഡോട്ട് w ബൈ ഡോ y നെ കണ്ടുപിടിക്കാം. ഡോട്ട് w ബൈ ഡോ y എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോട്ട് w ബൈ ഡോ r ഇൻറ്റു ഡോ r ബൈ ഡോ y പ്ലസ് രണ്ടാമത്തെ ഡോട്ട് w ബൈ ഡോ s ഇൻറ്റു ഡോ s ബൈ ഡോ y. ഡോ s ബൈ ഡോ. അടുത്തേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തേക്ക് t ല് y. ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോട്ട് w ബൈ ഡോ r അങ്ങനെ വെക്കുന്നു, ഇൻറ്റു ഡോ r ബൈ ഡോ y എന്താണ്? r എന്ന് പറഞ്ഞാൽ x മൈനസ് y ആണ്. അപ്പോൾ ഡോ r ബൈ ഡോ y എന്തായിരിക്കും? മൈനസ് 1. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് 1 പ്ലസ് ഡോട്ട് w ബൈ ഡോ s ഇൻറ്റു ഡോ s ബൈ ഡോ y. ഇവിടെ s എന്ന് പറഞ്ഞാൽ ആരാണ്? s is equal to y minus z ആണ്.
അപ്പോ ഡോ എസ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പൊ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇതിന് ഇക്വേഷൻ 2 എന്ന് കിട്ടി. ഇക്വേഷൻ 1 കിട്ടി, ഇക്വേഷൻ 2 കിട്ടി. ഇനി നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് കണ്ടു. അടുത്ത് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്. ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ, ഇവിടെ ഫസ്റ്റ് കേസിൽ ആവശ്യമില്ല, ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ ഇസഡ്. ആദ്യത്തെ കേസിൽ ഈ ആറില് ഇസഡ് ഇല്ലാത്തതുകൊണ്ട് രണ്ടാമതും മൂന്നാമതും ചെയ്താൽ മതി. അപ്പൊ ഡോ ഡബ്ല്യു ബൈ ഡോ എസ്, ഡോ ഡബ്ല്യു ബൈ ഡോ എസ് നമ്മൾ അങ്ങനെയാണ് നടത്തുന്നു ഇൻറ്റു ഡോ എസ് ബൈ ഡോ ഇസഡ്. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ ആരാണ്? എസ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് ഇസഡ് ആണ്. അപ്പൊ ഡോ എസ് ബൈ ഡോ ഇസഡ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പൊ ഇവിടെ -1 കൊടുത്തു പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി, ഡോ ടി ബൈ ഡോ ഇസഡ്. ഇസഡ് മൈനസ് എക്സ് എന്ന് പറഞ്ഞ ടി ആണെങ്കിൽ ഡോ ടി ബൈ ഡോ ഇസഡ് എന്തായിരിക്കും? ഇൻറ്റു. അതാണ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്. ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം കൂടി ആഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താ കിട്ടും? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം. ഡോ ഡബ്ല്യു ബൈ ഡോ ആർ മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി പ്ലസ് മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് പ്ലസ് മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ. ഈ മൂന്ന് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്തു. അപ്പൊ ഡോ ഡബ്ല്യു ബൈ ഡോ ആറിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൈനസ് കട്ട് ചെയ്തു. മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടിയും പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടിയും കട്ട് ചെയ്തു. ഡോ ഡബ്ല്യു ബൈ ഡോ എസും ഡോ ഡബ്ല്യു ബൈ ഡോ എസും കട്ട് ചെയ്തു. ഇതെല്ലാം കട്ട് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ആൻസർ വിൽ ബി 0. We proved the result. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ഈക്വൽ എന്താണെന്ന് പ്രൂവ് ചെയ്തു? 0 ആണെന്ന്. ഇതാണ് 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് യൂണിവേഴ്സിറ്റി ചോദിച്ചത്. അപ്പൊ നമ്മള് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന എക്സ് മൈനസ് വൈ, വൈ മൈനസ് ഇസഡ്, ഇസഡ് മൈനസ് എക്സ്. എക്സ് മൈനസ് വൈക്ക് വരെ എന്ത് കൊടുക്കണം? 6 എന്ന് കൊടുക്കുക, സിംഗിൾ വേരിയബിൾ ആയിട്ട് കൊടുക്കുക. വൈ മൈനസ് ഇസഡിന് വരെ എന്ത് കൊടുക്കുക? എസ് കൊടുക്കുക. ഇസഡ് മൈനസ് എക്സിന് ടി കൊടുക്കുക. അതിനുശേഷം ചെയ്ത് വയ്ക്കും. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ ഡബ്ല്യു ബൈ ഡോ എസ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസിൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ എക്സ് ഉള്ളത് കണ്ട, ഇവിടെ നമുക്ക് ഡോ ഡബ്ല്യു ഡോ ആർ, ഈ ആറില് എക്സ് വൈ ഉണ്ട്, പിന്നെ എസിൽ ഇല്ല. അപ്പൊ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ടിയില് എക്സ് വൈ എക്സ് എക്സ് ഉണ്ട്. അപ്പൊ എക്സ് ഉള്ളത് മാത്രം ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും, ഇതുപോലെ സെക്കൻഡ് ഇക്വേഷൻ കിട്ടും, ഇതുപോലെ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടും. ഈ 3 ഇക്വേഷനോട് ആഡ് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്തു. അപ്പൊ അതില് ആദ്യത്തെ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ അങ്ങനെ നിർത്തുക. രണ്ടാമത്തെ പാർട്ട് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കണ്ട് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത്, ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത്. ആദ്യത്തെ പാർട്ട് ഒന്നും ചെയ്യേണ്ട, അത് അങ്ങനെ നിർത്തും. രണ്ടാമത്തെ പാർട്ട് മാത്രം ഇതിൽ നോക്കി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ദ ഫൈനൽ ആൻസർ വിൽ ബി 0. ഇനി ഇതിലെ നമുക്ക് 13-ലെ ബിയിലെ ആൻസർ ചെയ്യാം. ഇതെല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 13 ബി ചെയ്യാം കേട്ടോ. പതിമൂന്ന് ബിയിലെ ക്വസ്റ്റ്യൻ നോക്കാം. ബി ഏതാണത്? ഫൈൻഡ് ദ ഡയറക്ഷൻ ഡെറിവേറ്റീവ്. 13 ബി പറയുന്നത് ഫൈൻഡ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. Directional derivative at 1 minus 1. At 1 minus 1 of g of x comma y
is equal to x minus y divided by xy plus 2 in the direction of vector v is equal to 12y plus 5j. 12y plus 5j. ഇത് എത്ര മാർക്കിന്റെ ആയിരുന്നു? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ 5 4 9 മാർക്ക്. തൊട്ടുമ്പോ ചെയ്ത ക്വസ്റ്റ്യൻ 5 മാർക്ക്, ഇതിന് 4 മാർക്ക് ആവുമ്പോൾ 5 4 9. ഇതാണ് ഫൈൻഡ് ദ ഡയറക്ഷൻ ഡെറിവേറ്റീവ്. ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് at 1 minus 1 of g of xy is equal to x minus y by xy plus 2 in the direction of vector v is equal to 12y plus 5j. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഡയറക്ഷൻ ഡെറിവേറ്റീവ് of a function at the points the 1 minus 1 at the point 1 minus 1 in the direction of the vector, and the formula എന്താണ്? ഇതാണ് del formula dug എന്ന് പറഞ്ഞാൽ എന്റെ ആൻസർ എത്രയാണ്? del g dot v. അപ്പൊ ആദ്യം നമുക്ക് del g കിട്ടി, ഗ്രേഡ് g കണ്ടുപിടിക്കണം. ഗ്രേഡ് g at 1 minus 1 കണ്ടുപിടിക്കണം. ഈ ഡയറക്ഷനിലുള്ള വെക്ടർ v യും കണ്ടുപിടിക്കണം. ഇത് രണ്ടും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് del g കണ്ടുപിടിക്കാം. ഇവിടെ g of xy തന്നിരിക്കുന്നത് എന്താണ്? g of xy എന്ന് പറഞ്ഞാൽ x minus y by xy plus 2 എന്നാണ്. ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? del g കണ്ടുപിടിക്കാം. ഗ്രേഡ് g എന്ന് പറഞ്ഞാൽ എന്താണ്? I dou f by dou x plus j dou f by dou x. അപ്പൊ ഈ ഫംഗ്ഷനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, രണ്ടാമത് y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമുക്ക് dou f by dou x സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. dou f by dou x കാണുമ്പോൾ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ xy plus 2 into x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 minus x minus y into നമ്മള് y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ xy plus 2 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y, x minus y into y divided by താഴെ എന്താണ്? xy plus 2 the whole square. ഇനി dou f by dou x at നമുക്ക് എന്താണ്? 1 minus 1. അപ്പൊ ഇവിടെ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ xy plus 2 minus xy minus into minus plus y divided by xy plus 2 the whole square. So the transfer 3 as cancel ചെയ്തു പോയിട്ട് y square minus 2 by xy plus 2 the whole square. ഇതാണ് നമുക്ക് dou f by dou x കിട്ടുന്നത്. dou f by dou x ന്റെ ആൻസർ എത്ര കിട്ടി? y square minus 2 divided by xy plus z the whole square. ഇനി ഇതേപോലെ തന്നെ dou f by dou g ആണ്. dou f by dou f അല്ല, ഇവിടെ dou g ആണ്. ഇവിടെ f അല്ല, g ആണ്. dou g. ഇവിടെ ഫംഗ്ഷൻ f ന് പകരം g ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ del g എന്ന് പറഞ്ഞാൽ I dou g by dou x plus I into dou g by dou y. അപ്പോൾ dou g by dou y കണ്ടുപിടിക്കാം. dou g by dou y കണ്ടുപിടിക്കുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കിയേ. നമുക്കിവിടെ dou g by dou x at ആ പോയിന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് 1 minus 1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. അപ്പോൾ 1 minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 minus 2 divided by xy 1 minus 1 എന്ന് പറയുമ്പോൾ minus 1 plus 2 the whole square. 1 minus 2 എന്ന് പറഞ്ഞാൽ എത്രയാ? minus 1 divided by 1. അപ്പൊ നമുക്ക് കിട്ടുന്നത് dou g by dou x at 1 minus 1 കിട്ടുന്നത് എത്രയാണ്? minus 1 ആണ്. ഇവിടെ y സ്ക്വയറിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? y സ്ക്വയറിന്റെ സ്ഥാനത്ത് minus 1 minus 2 y square plus 2 ആണ്. ഇവിടെ y square plus 2 ആണ്.
ഇവിടെ എക്സ് വൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ y² + 2 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡോ ജി ബൈ ഡോ എക്സ് കിട്ടുന്ന എത്രയാണ്? 3 എന്നാണ് കിട്ടുന്നത്. ഡോ ജി ബൈ ഡോ എക്സ് 3. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കും. ഡോ എഫ് ബൈ ഡോ എക്സ്. ഇവിടെ ഡോ ജി ആണ്. ഡോ ജി ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. എക്സ് വൈ +2 ഇൻറ്റു -1 മൈനസ് എക്സ് മൈനസ് വൈ ഇൻറ്റു ഇവിടെ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് വൈ +2 ദ ഹോൾ സ്ക്വയർ. ഇനി ഡോ ജി ബൈ ഡോ വൈ അറ്റ് 1 - ഇവിടെ വെച്ച് കൊടുക്കാൻ നമുക്ക് വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ എക്സിനും വൈക്കും കൊടുക്കുമ്പോൾ നമുക്ക് 1 - 1 -1 എന്ന് വരും. പ്ലസ് സെറ്റിന് ഇവിടെ എക്സ് വൈ +2 ആണ്. എക്സ് വൈ +2 അപ്പൊ -1 + 2 -1 മൈനസ് എക്സ് മൈനസ് വൈ 1 - 1 1 + 1 വരും ഇൻറ്റു ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് എന്താ കിട്ടുന്നതിലേക്ക് എക്സിന് 1 ഉം -1 കൊടുക്കുമ്പോൾ -1 + 2 ദ ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1 + 2 എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 1. അപ്പോ -1 ഇവിടെ നമുക്ക് -1 -2 എന്ന് വരും. താഴെ -1 + 2 1 വരും, 1 സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാ? -3. അപ്പൊ ഡോ ജി ബൈ ഡോ എക്സ് നമുക്ക് കിട്ടുന്ന എത്രയാ? -3 ആണ്. ഡോ ജി ബൈ ഡോ വൈ നമുക്ക് -3 കിട്ടും. ഡോ ജി ബൈ ഡോ എക്സ് 3ഉം ഡോ ജി ബൈ ഡോ വൈ -3 കിട്ടും. therefore നമ്മുടെ ഡെൽ ജി എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ജി നമ്മൾ ഇവിടെ എഴുതാം. ഡെൽ ജി therefore del g is equal to del g at 1 - 1 എന്താണ്? 3i - 3g. 3i - 3g എന്ന് നമുക്ക് ആൻസർ. del g at 1 - 1 എന്നുള്ളത് 3i - 3g. ഇനി നമുക്ക് ഇവിടെ യൂണിറ്റ് വെക്ടർ അല്ല തന്നിരിക്കുന്നത്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എന്ന് പറഞ്ഞു. ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കും. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് യൂണിറ്റ് വെക്ടർ വി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ വി എന്താണ്? വെക്ടർ വി നമുക്ക് തന്നിരിക്കുന്നത് 12y + 5j ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 12 ന്റെ സ്ക്വയർ 144 പ്ലസ് 5 ന്റെ സ്ക്വയർ 25. ദാറ്റ് ഈസ് 12y + 5j ഡിവൈഡഡ് ബൈ 30. അപ്പൊ നമുക്ക് ഡെൽ ജിയും കിട്ടി, അതുപോലെ തന്നെ വെക്ടർ വിയും കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് കാണാം. therefore dash derivative എന്ന് പറഞ്ഞാൽ എന്താണ്? 3i - 3j dot 12i + 5j divided by 30. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ ഐഡിയ കൂടി ചെയ്യുമ്പോൾ 36 മൈനസ് ഇവിടെ 35 15 ഡിവൈഡഡ് ബൈ 10. 36 - 15 എന്ന് പറഞ്ഞാൽ എത്രയാ? 21 ഡിവൈഡഡ് ബൈ 10. അപ്പൊ നമ്മുടെ ഡയറക്ഷൻ ഡെറിവേറ്റീവിന്റെ ആൻസർ എത്ര കിട്ടുന്നത്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 21/11 ആണ് നമുക്ക് ആൻസർ. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് 1 - 1 ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ. ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എന്ന് പറയുമ്പോൾ DUG എന്ന് പറഞ്ഞാൽ del g dot u. ഇവിടെ u നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന വെക്ടറിനെ അതിന്റെ മോഡുലസ് കൊണ്ട് ഹരിച്ചുമ്പോഴാണ് നമുക്ക് ആ വെക്ടർ കിട്ടുക. ചില കേസിൽ നമുക്ക് യൂണിറ്റ് വെക്ടർ തന്നിട്ടുണ്ടാവും. അവിടെ നമുക്ക് നേരിട്ട് ആ വെക്ടർ del g dot u എന്ന് കൊടുക്കാം. ഇവിടെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. വെക്ടർ v ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ. അങ്ങനെ നമ്മൾ ആദ്യം del g കണ്ടുപിടിച്ചു. del g കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? I dou g by dou x plus j dou g by dou y. dou g by dou x കണ്ടുപിടിച്ചു. ആ dou g by dou x ല് 1ഉം -1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 3 എന്ന വാല്യൂ കിട്ടി. അതുപോലെ dou g by dou y കണ്ടുപിടിച്ചു. അതിൽ നമ്മൾ x നും y ക്കും നമ്മൾ -1 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 1ഉം -1 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? -3. അപ്പൊ dou g by dou x കിട്ടി, dou g by dou y കിട്ടി.
ഇനി നമ്മൾ എന്ത് ചെയ്തു? ഡെൽ ജി എഴുതുമ്പോ ഐ ഡോ ജി ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ജി ബൈ ഡോ വൈ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഡെൽ ജി അറ്റ് 1 - 1 എത്രയാണ്? 3i - 3j. ഇനി അടുത്ത് യൂണിറ്റ് വെക്ടർ അല്ല അവിടെ തന്നിരിക്കുന്നത്, ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന വെക്ടർ ഡിവൈഡർ ബൈ അതിന്റെ മോഡുലസ്. തന്നിരിക്കുന്ന വെക്ടർ ഡിവൈഡർ ബൈ അതിന്റെ മോഡുലസ്. തന്നിരിക്കുന്ന വെക്ടർ എന്താണ്? 12y + 5j എന്നാണ് അതിന്റെ മോഡുലസ്. അപ്പൊ 12y + 5j ഡിവൈഡർ ബൈ റൂട്ട് ഓഫ് 12 സ്ക്വയർ എത്രയാണ്? 144. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പോ 169 വരും. റൂട്ട് എടുക്കുമ്പോൾ 13 വരും. അപ്പൊ നമുക്ക് വെക്ടർ യുവും കിട്ടി, ഡെൽ ജിയും. ഇനി എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡെൽ ജിയും യുവും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 3i - 3j ഡോട്ട് 12y + 5j. ഐഡിയും ഡോട്ട് ഗുണിക്കാം, ജെയുടെയും ഗുണിക്കാം. ഐഡിയും ഗുണിക്കുമ്പോൾ 3 × 12 36. ഇവിടെ വരുമ്പോൾ 3 × 5 15. 36 - 15 എത്രയാണ്? 21. 21/13. അപ്പൊ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എത്രയാണ്? 21/13 ആണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പൊ ഇതൊരു ഫുൾ ക്വസ്റ്റ്യൻ ആയി. 13A ചെയ്തു, 13B ചെയ്തു. 13A 5 മാർക്കായിരുന്നു, 13B എത്ര മാർക്കായിരുന്നു? 4 മാർക്കായിരുന്നു. 5 4 9 മാർക്ക്. ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ടാ എല്ലാവരും എഴുതിയെടുത്തോളൂ.